Fairphone 4 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു വരേണ്ട ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഈ ഒരു ഫോണിൽ വരുന്നില്ല. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ എടുത്തു വരേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ചധിക കാലം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ എന്ന രീതിയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Fairphone 4 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോൺ ഏകദേശം 50,000 രൂപയ്ക്ക് അടുത്ത് വരുന്ന പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ വരുന്ന സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.3 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നുമില്ല, വെറും IPS LCD പാനലാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും കൂടിയ പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് AMOLED ഡിസ്പ്ലേ ആണ്, എന്നാൽ അത് ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പഞ്ചോൾ ഡിസ്പ്ലേ ആണ്, എന്നാൽ അതും ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ മിനിമം വേണ്ട ഒരു ഫീച്ചറാണ് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ, എന്നാൽ അത് ഇവിടെ വരുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് ഈ ഫോണിൽ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 750G എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഇപ്പം 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു പ്രോസസ്സറാണെന്ന് വെച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രോസസ്സറും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 2 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ NFC എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ഈ ഫോണിൻ്റെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 മെഗാപിക്സലിലെ f1.6 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX582ൻ്റെ സെൻസറാണ്. ഇതിൽ OIS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 48 മെഗാപിക്സലിലെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് ഒരു TOF ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ 25 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇത് സോണി IMX576ൻ്റെ സെൻസറാണ്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 225 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് കൂടിയൊരു ഫോണാണ് ഈ ഒരു ഫോണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 10.5 mm ആണ്. അപ്പോൾ തിക്നെസ്സും അത്യാവശ്യം കൂടുതലാണ്. സാധാരണ വെയിറ്റും തിക്നെസ്സൊക്കെ കൂടിയ ഫോണുകളിൽ അത്യാവശ്യം നല്ല ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു ഫോണിൽ അങ്ങനെയല്ല. ഈ ഒരു ഫോണിൽ 3905 mAhൻ്റെ ബാറ്ററി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ഈ ഒരു വെയിറ്റും തിക്നെസ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. പിന്നെ ഈ ഒരു ഫോൺ റിപ്പയർ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൂട്ടിയപ്പം ചിലപ്പം വെയിറ്റും തിക്നെസ്സൊക്കെ കൂടിയതായേക്കാം. പിന്നെ ഈ ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ബോക്സിൽ ചാർജർ കൊടുത്തിട്ടില്ല. Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഫോണിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ MIL 810G സ്റ്റാൻഡേർഡും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കമ്പനി ഇതിന് 5 കൊല്ലത്തെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സാധാരണ ഫോണുകളിൽ 1 കൊല്ലത്തെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെയാണ് ലഭിക്കാറ്, കൂടിപ്പോലെ 2 കൊല്ലത്തെ വാറൻറ്റി. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു ഫോണിൽ 5 കൊല്ലത്തെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ Android 11 സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 2 മേജർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ ലഭിക്കുമെന്നുള്ള കാര്യം കമ്പനി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 2025 വരെ ഈ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്നുള്ള കാര്യം കമ്പനി ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യമാണ് റിപ്പയർ ചെയ്യുന്ന കാര്യം. ഈ ഒരു ഫോൺ വളരെ സിമ്പിളായിട്ട് റിപ്പയർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. റിപ്പയറബിലിറ്റി സ്കോർ വരുന്നത് 9.2 ആണ് 10ൽ. ഇപ്പം iPhone അടക്കം പല ഫോണുകളും റിപ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ഒരു ഫോൺ വളരെ സിമ്പിളായിട്ട് തന്നെ റിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോണിൽ സ്പെസിഫിക്കേഷനേക്കാളൊക്കെ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 5 കൊല്ലത്തെ വാറൻറ്റി, 2025 വരെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അതുപോലെ തന്നെ റിപ്പയർ ചെയ്യാൻ കുറച്ചും കൂടി സുഖമാണ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് 579 യൂറോസാണ്. അതായത് ഏകദേശം 49,800 രൂപ. പിന്നെ ഈ ഫോൺ ചിലപ്പോഴേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുള്ളൂ. ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Fairphone 4 എന്ന ഫോണിൽ അത്രയും മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സേ അല്ല ഈ ഒരു ഫോണിൽ വരുന്നത്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് അതൊന്നുമല്ല. കുറച്ചധികം കാലം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോൺ എന്ന രീതിയിലാണ് ഈ ഒരു Fairphone 4 എന്ന ഫോൺ വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നോക്കാതെ നിങ്ങൾ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യുമോ എന്നുള്ളതാണ്.
എൻ്റെ ഒരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യില്ല. അതിലും കൂടുതലായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതി വിലയ്ക്ക് തന്നെ നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ലഭിക്കുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു ഫോൺ സെലക്ട് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നിട്ട് ഫോൺ മാറ്റണം എന്നുണ്ടെങ്കിൽ 2-3 കൊല്ലം കഴിഞ്ഞിട്ട് ഫോൺ മാറ്റും. ഈ 5 കൊല്ലത്തെ വാറൻറ്റി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് തിരക്കുകളില്ലാത്ത സ്പെസിഫിക്കേഷനും കൂടി വേണം. പക്ഷേ അത് ഈ ഒരു ഫോണിൽ വരുന്നില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.